നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതിന് തൊട്ടുമുൻപ് വി.ഡി. സതീശൻ മംഗലാപുരത്തേക്ക് ഒരു രഹസ്യയാത്ര നടത്തിയിരുന്നു. കൊച്ചിയിൽ നിന്നും ചാർട്ടേഡ് ഫ്ലൈറ്റിലായിരുന്നു യാത്ര. അദാനി ഗ്രൂപ്പ് പ്രസിഡന്റ് കിഷോർ ആൽവയെയും എൻ.ഡി.എ നേതാവായ ബി.എം. ഫാറൂഖിനെയുമെല്ലാം രഹസ്യമായി സന്ദർശിച്ച സതീശന്റെ ഈ യാത്രയെപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ ഉയർന്നിരുന്നു. എൽ.ഡി.എഫ് കൺവീനർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ യാത്രയെപ്പറ്റി ചില സംശയങ്ങളും പങ്കുവച്ചിരുന്നു. എന്നാൽ വി.ഡി. സതീശനും കോൺഗ്രസ് നേതാക്കളും ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് അവതരിപ്പിച്ച ബജറ്റുമായി കൂട്ടി വായിക്കുമ്പോൾ ആ യാത്രയിൽ ചില പൊരുത്തക്കേടുകളുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അത് സ്വാഭാവികം മാത്രം. മുഖ്യമന്ത്രിയാണെങ്കിലും തുറമുഖ വകുപ്പ് വാശി പിടിച്ചാണ് സതീശൻ കൈയടക്കിയത്. ഇന്ന് സതീശൻ അവതരിപ്പിച്ച ബജറ്റിലേറെ തുക നീക്കിവെച്ചതും ഈ വകുപ്പിനാണെന്നതും ശ്രദ്ധേയമാണ്. ഇനി നമുക്ക് ബജറ്റിലേക്ക് വരാം. കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 രാജ്യാന്തര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റ് ജലസ്രോതസ്സുകൾ എന്നിവ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ ഒരു വൻ ശക്തിയായി ഉയർത്താൻ ലക്ഷ്യമിടുന്ന മിഷൻ സമുദ്ര പദ്ധതിയാണ് ബജറ്റിന്റെ ഹൈലൈറ്റ്. കേരളത്തെ ഒരു തുറമുഖ സിറ്റിയായി വിഭാവനം ചെയ്ത റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ മാറ്റുമെന്നും സതീശൻ പറയുന്നു. എന്നാൽ കേരളത്തിന്റെ കടലും കടൽ തീരവും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുവാനും തുറമുഖ നഗരത്തിന്റെ മറവിൽ മത്സ്യത്തൊഴിലാളികളെ കുടിയൊഴിപ്പിക്കുവാനുമുള്ള ഗൂഢ നീക്കമാണ് ബഡ്ജറ്റിൽ പ്രതിഫലിക്കുന്നത് എന്നതാണ് സത്യം. തീരവും തീരക്കടലും കോർപ്പറേറ്റുകൾക്ക് കൈയടക്കുവാൻ അവസരമൊരുക്കുന്ന മിഷൻ സമുദ്ര പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ബ്ലൂ ഇക്കോണമി പദ്ധതിയുടെ ഭാഗമാണ്. ഇത് ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെ ഇല്ലാതാക്കും. അദാനിയെ പോലെയുള്ള വൻകിട മുതലാളിമാർക്ക് കേരളത്തിലെ തുറമുഖങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കാൻ സതീശൻ വഴിയൊരുക്കുകയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കരിമണൽ ഖനനവും കടൽ മണൽ ഖനനവും സ്വകാര്യ മേഖലയിൽ നടപ്പിലാക്കുവാനുള്ള പദ്ധതി കൂടിയാണ് ബജറ്റ് പ്രഖ്യാപനം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സൗത്തേൺ ഇക്കോണമിക് കോറിഡോർ പ്രഖ്യാപനം കേന്ദ്ര ബജറ്റിന്റെ ചുവട് പിടിച്ചുള്ളതാണ്. ഇത് തീരദേശ മേഖലയെ പൂർണ്ണമായി തകർക്കുന്നതാണ്. നമ്മുടെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെയും തീരദേശത്തെയും കോർപ്പറേറ്റുകൾക്ക് കടൽക്കൊള്ള നടത്താൻ പാകത്തിൽ തുറന്നു കൊടുക്കുന്നതാണ് ഈ പുതിയ നയമെന്ന് നിസ്സംശയം പറയാം. മംഗലാപുരം യാത്രയിൽ നടന്ന ചർച്ചകളുടെ തുടർച്ചയായാണോ ബജറ്റിൽ ഈ കോർപ്പറേറ്റ് അനുകൂല പ്രഖ്യാപനങ്ങൾ ഉണ്ടായത് എന്ന സംശയം ഇതോടെ ബലപ്പെടുകയാണ്.